ഹലോ ഗൈസ്, ഞാനപ്പോൾ ഈ കഴിഞ്ഞ 20-ാം തീയതിയാണ് വന്നത് തിരിച്ച് പോളണ്ടിലോട്ട്. ഏകദേശം ഒരു 4.5 മാസത്തിന് ശേഷമാണ് വന്നത്. അപ്പോൾ വന്ന ടൈമിൽ ഇവിടെ ആൻറ്റി ഇമിഗ്രേഷൻ്റെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കണ്ടായി. ഒരു പോളിഷ് പെൺകുട്ടീനെ പബ്ലിക്കായിട്ടൊരു പാർക്കിൽ വെച്ചിട്ട് ഇവിടെ ആരോ കത്തിക്ക് കുത്തി അങ്ങനെ മരണപ്പെടുകയൊക്കെ ഉണ്ടായി. ഒരു കൊളംബിയൻ ചെക്കനാണ് അത് ചെയ്തതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൊത്തം പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ കുറേ നിയമങ്ങളിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ അവരിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഏത് ഷെങ്കൻ വിസ ഉണ്ടെങ്കിലും വർക്ക് വിസ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ TRC ടെമ്പററി റെസിഡൻസ് കാർഡിൻ്റെ ഇതൊക്കെ അപ്ലൈ ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇവർ നിയമങ്ങളൊക്കെ മാറ്റി. അതുകൊണ്ട് ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷനിൽ വേറെ ഷെങ്കൻ കൺട്രീസിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വർക്ക് വിസയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. നിലവിലിപ്പോൾ പോളിഷ് വർക്ക് വിസ ഉള്ളവർക്കാണ് ഇവിടെ ലീഗലി വർക്ക് ചെയ്യാനും ഇവിടെ ടെമ്പററി കാർഡിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആദ്യമൊക്കെ ഇവിടെ ഞാനൊക്കെ വന്ന ടൈമിൽ ഈ അടുത്ത കാലം വരെ നമ്മളിപ്പോൾ ഒരു ജോലിയിൽ നിന്ന് നമുക്കിപ്പോൾ ഓൾറെഡി ഒരു റെസിഡൻസ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലോട്ട് മാറുന്ന സമയത്ത് നമുക്ക് നോർമലി വർക്ക് പെർമിറ്റ് ഒക്കെ എടുത്തിട്ട് പയ്യൊക്കെ മാറി വേറെ ഇവിടുത്തെ ഓഫീസിൽ ഇൻഫോമും കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നായിട്ടൊന്നും ഉണ്ടായൊന്നുമില്ല. പക്ഷേ ഇപ്പം ഇവർ നിയമങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കി. അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറുമ്പോൾ 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇവിടുത്തെ നമുക്ക് ടെമ്പററി കാർഡ് കിട്ടിയ സിറ്റിയിൽ അവിടുത്തെ ഓഫീസിൽ നമ്മൾ ചെന്ന് അത് അപ്ഡേറ്റ് ചെയ്യണം. ഫോമിൽ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത കാർഡൊക്കെ പുതുക്കുന്ന സമയത്തൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ്. ഇപ്പം ഞാൻ വന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ഒപ്പമാണ് താമസിക്കണേ. നമ്മുടെ ഇവിടുത്തെ കബാബ് ഷോപ്പാണ്. എൻ്റെ ഫ്രണ്ട് ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്, റിസ്വാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെയാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാർസോ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ്. ഇത് ഇപ്പോൾ പോളണ്ടിൻ്റെ ക്യാപിറ്റലാണ് വാർസോ. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. ഹോസ്റ്റലിലൊക്കെ ഒരു 60 സ്ലോട്ടി അങ്ങനെയൊക്കെയാണ് ചോദിച്ചിപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. അപ്പം നിലവിൽ ഇപ്പോൾ എൻ്റെ പഴയ ജോലിയുടെ അവിടെ അക്കോമഡേഷൻ്റെ കേസൊക്കെ ഒരു പക്ഷേ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഒരു 3-4 ഡേയ്സിനുള്ളിൽ ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.